അച്ഛാ, ഞാനല്ലേ അവരോട് സംസാരിക്കുന്നത്, നീ ഒന്ന് മിണ്ടാന്നേ. പ്രതാപ മോനെ, നീ എനിക്ക് വേണ്ടി ബലിയാടാവുന്നത് ചേച്ചിയാ. ചേച്ചി നിരപരാധിയാ, ഞാനാ കുറ്റക്കാരൻ. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യൂ? സ്വന്തം ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കളിക്കുന്ന ഡ്രാമയല്ലേ ഇത്? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങളൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞങ്ങളെ വിളിപ്പിക്കാം. വർമ്മ സാറേ, നിങ്ങൾ എന്ത് മണ്ടത്തരമാ കാണിച്ചത്? I didn't ask for your opinion. I don't need your advice. Oh, I am extremely sorry. അച്ഛാ, ഈ ത്യാഗം ഇത്തിരി കൂടിപ്പോയി. സർ, ഇങ്ങനൊരു റിസ്ക് വേണമായിരുന്നോ? അനന്തം പിള്ളയോട് ഞാൻ പറഞ്ഞ മറുപടി ഇനി നിങ്ങളോടും പറയണോ? അച്ഛനാണെന്ന് വെച്ച് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റോ? അത് ധിക്കാരാണെന്ന് കരുതരുത്. എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യും. ചിലപ്പോ എന്റെ ജീവൻ വരെ ഞാൻ കൊടുത്തുനിരിക്കും. ആ സ്ത്രീ ആരാണെന്ന് അച്ഛൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരെ കുറിച്ച് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. അതച്ഛൻ കേട്ടേ പറ്റൂ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, ഞാൻ കേൾപ്പിക്കും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണോ അച്ഛാ? അവരച്ഛനെ കൊല്ലുന്നതിന് മുൻപ് അച്ഛൻ അറിഞ്ഞിരിക്കണം. ആ സ്ത്രീ Stop it! ഇനി ചേച്ചിയെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞ ഇത് പോലീസ് ക്ലബാണെന്നും ഞാൻ നോക്കില്ല. പറഞ്ഞേക്കാം. പ്രതാപവർമ്മ സാറിനെ SP മാഡം വിളിക്കുന്നു. ഇരിക്കൂ. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സുപ്പീരിയേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവരും അംബികാവർമ്മയ്ക്ക് പോസിറ്റീവായ ഒരു ഒപ്പീനിയനാ പറഞ്ഞത്. അതനുസരിച്ച് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിട്ട് തരണം. സത്യം പറഞ്ഞ നിങ്ങളാണിപ്പോ പ്രതി. പക്ഷേ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇപ്പൊ ജാമ്യത്തിൽ വിടുന്നു. പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായി താങ്കളെ ഏത് സമയത്തും ഞങ്ങൾ ചോദ്യം ചെയ്യും. ഓക്കേ മാഡം. ചേച്ചി, അവരെ വിട്ടേക്കാൻ DGP പറഞ്ഞു. താങ്ക് യു. എത്ര പറഞ്ഞാലും ഈ അച്ഛന് മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങനെ ആയിപ്പോയി. വർമ്മ സാറിന്റെ ആയുസ് ആ സ്ത്രീയുടെ കയ്യിൽ കിടന്ന് ഞെരിയുക. അവർ ഈ ജന്മത്ത് സാറിനെ വെറുതെ വിടില്ല. ഋതു, ഇയാളെന്താ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന?